ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു ക്ലാസ് വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന SLC ഹിന്ദിയുടെ ഒരു പുതിയ ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഓണം കഴിഞ്ഞിട്ട് നമ്മളിനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ദില്ലി മേ ഉനിന്ദേ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓണം എക്സാം കഴിഞ്ഞു. അപ്പം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം പൊതുവെ തോന്നിയത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. കാരണം മിക്കതും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയതുകൊണ്ട് ആൻസർ ചെയ്യാൻ എളുപ്പമുണ്ട്. പുറത്തുനിന്ന് വന്നതാണെങ്കിലും എളുപ്പമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. അതുകൊണ്ട് ഹിന്ദിക്ക് ഈസി ആയിട്ട് A+ വാങ്ങാൻ പറ്റുമായിരുന്നു. അപ്പോൾ എനിവേസ് അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാം വരും, അതിനിടയ്ക്ക് മിഡ് ടൈം കാണുമായിരിക്കും. അപ്പം അടുത്ത പോർഷൻസിലേക്ക് നമുക്ക് മൂവ് ഓൺ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ദില്ലി മേ ഉനീന്ദേ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമ്മൾ അടുത്ത ഒരു സെക്ഷൻ തുടങ്ങുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാൻ ഇനിയുണ്ട്, നമ്മൾ വരുന്ന പോലെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് പോവാം. ദില്ലി മേ ഉനീന്ദേ എന്ന് പറയുന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. എഴുതിയത് ഗഗൻ ഗില്ലാണ്. അപ്പോൾ റൈറ്ററിൻ്റെ പേര് അല്ലെങ്കിൽ എന്താണ്, ലേഖകല്ല ലേഖികയാണ്. ഓക്കെ, ഇതൊരു ലേഡി എഴുതിയതാണ്. ഗഗൻ ഗിൽ എന്നാണ് റൈറ്ററിൻ്റെ പേര്. ഓക്കെ, അതുപോലെ തന്നെ ഇത് സംസ്മരണമാണ്. സംസ്മരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർമ്മക്കുറിപ്പാണിത്. ഓക്കെ, അപ്പോൾ 3 കാര്യങ്ങൾ ഓർക്കുവാണെങ്കിൽ പാഠ് കാ നാം ക്യാ ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദില്ലി മേ ഉനീന്ദേ, ലേഖിക കാ നാം ഗഗൻ ഗിൽ, കിസ് വിധാ കി രചന ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്മരൺ. ഇത്രയുമാണ് വൺ വേർഡായിട്ട് പറയാനുള്ളത്. നമുക്ക് റൈറ്ററെ കുറിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്ക്രോളിംഗ്. ഓക്കെ, ഗഗൻ ഗില്ലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഗഗൻ ഗിൽ കാ നാം നെയ് ദില്ലി മേ ഹുവ. അപ്പോൾ ഒരു ലേഡിയാണ്, ജനിച്ചത് നെയ് ദില്ലിയിലാണ്. ഏക് ദിൻ ലോട്ടേഗി ലഡ്കി, അന്ധേരെ മേ ബുദ്ധ, മേ ജബ് തക് ആയി ബാഹർ, ദില്ലി മേ ഉനീന്ദേ, അവാക് ആദി പ്രമുഖ് കൃത്യാം ഹെ. അപ്പം ഗഗൻ ഗില്ലിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് കൊടുത്തിരിക്കുന്നത്. വേ ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ സെ സമ്മാനിത്. അപ്പം കിട്ടിയൊരു അവാർഡും കൊടുത്തിട്ടുണ്ട്, അതാണ് ഭാരത് ഭൂഷൺ അഗ്രവാൾ പുരസ്കാർ. ഇത്രയുമാണ് ബേസിക് ഡീറ്റെയിൽസ്. ജനിച്ചത് 1959 നവംബർ 19. ഓക്കെ, ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ടൈറ്റിലാണ് ദില്ലി മേ ഉനീന്ദേ. ഉനീന്ദേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കമില്ലാത്ത എന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. അപ്പം ഈ ഒരു പാഠത്തിൽ നമ്മൾ പറയാൻ പോകുന്ന ദില്ലിയിലെ ഒരു ഉറക്കമില്ലാത്ത അവസ്ഥയെക്കുറിച്ചും അതുപോലെ തന്നെ എന്താണ് ഉറക്കമില്ലാത്ത ആളുകളെക്കുറിച്ചുമാണ്. കാരണം നമുക്കറിയാം ദില്ലി എന്ന് പറയുന്ന പട്ടണം എന്താണ് എപ്പോഴും എന്താണ് ആക്റ്റീവാണ്. ഒരിക്കലും അതൊരു രാത്രി എന്ന് നമുക്കവിടെ പറയാൻ പറ്റത്തില്ല. എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, റോഡിലൂടെയൊക്കെ വണ്ടികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ ബിസി ലൈഫുള്ള ഒരു ടൗണാണ് ദില്ലി. അപ്പോൾ എന്താണ്, അവിടെ ഉറക്കമില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നൊക്കെ ആണ് ഈ ഒരു സംസ്മരണത്തിനകത്ത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം റോസ് ജയ്സ ദിൻ ഹെ. അപ്പം ഫസ്റ്റ് പറയുകയാണ് റോസ് ജയ്സ ദിൻ ഹെ. റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് എന്നാണോ? അല്ല, ഒരിക്കലും റോസാപ്പൂക്കളെ കുറിച്ചൊന്നും അല്ല അവിടെ പറയുന്നത്. റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും, ജയ്സ ദിൻ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പോലുള്ള ഒരു ദിവസമാണ് ഇന്നും. ഫർവരിക്ക് ഷാം. ഫർവരി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫെബ്രുവരി. ഷാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് എന്നാണ്. ഫെബ്രുവരി ദിവസം വൈകിട്ട്. ഹവാമേ ടണ്ടക് ഹെ. ടണ്ടക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് എന്നാണ്, അതായത് കാറ്റിൻ്റെ തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ സംസ്മരണമാണ്, ഒരു ഓർമ്മക്കുറിപ്പാണ്. ഇതിലെന്താണ് വളരെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഒരു ക്യാരക്ടർ വരുവാണെങ്കിൽ ആ ക്യാരക്ടറിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ എന്താണ്, ക്യാരക്ടർ സ്കെച്ച് തീർച്ചയായിട്ടും വരും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഓരോ ക്യാരക്ടേഴ്സിനും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ലേഖിക പറയുന്നതായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. മേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, ലേഖികയാണ്. ഓക്കെ, मैं अभी स्वादी से साहित्य अकादमी के कुछ प्रकाशन खरीद कर इस सड़क पर पहुंची हूँ. मैं अभी എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ, സ്വാദീസ്, സ്വാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ളൊരു ബുക്ക് സ്റ്റാൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അവിടെ നിന്നും സാഹിത്യ അക്കാദമിക്ക് കുച്ച് പ്രകാശൻ ഹരീദ്കർ, സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്യുന്ന കുറച്ച് വർക്കുകളൊക്കെ വാങ്ങിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മാസികകൾസ് ആവാം, സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്യുന്ന കുറച്ച് എന്താ പുസ്തകങ്ങളാവാം. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് എന്താണ്, ഈ സടക് പർ പൗഞ്ചിഹും. ഈ സടക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂട്ടിൽ, പൗഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തുക. അതായത് എന്താണ്, ഞാനിപ്പോൾ കുറച്ച്
ഇപ്പോഴാണ് സ്വാതിയിൽ നിന്ന് കുറച്ച് ബുക്സൊക്കെ വാങ്ങിയിട്ട് ഈ റോഡിലേക്ക് എത്തിയത്. മന്ദിർ മാർഗ് പർ സഡക് സുൻസാൻ ഹെ. സുൻസാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊന്നും ഇല്ലാത്തതിനെയാണ് സുൻസാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മന്ദിർ മാർഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ എന്താണ്, സഡക്ക് സുൻസാൻ ഹെ, ആ റോഡിൽ ആരും തന്നെ ഇല്ല. ബിർള മന്ദിർ കെ ബാഹർ ദോ ഏക് ഓട്ടോ ഖഡേ ഹെ. അപ്പോൾ എന്താണ് ബിർള മന്ദിർ, അതിൻ്റെ പുറത്തായിട്ട് എന്താണ് ഒരു പ്ലേസാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മന്ദിറിൻ്റെ പേരാണ്. അതിൻ്റെ പുറത്തായിട്ട് എന്താണ് ദോ ഏക് ഓട്ടോ ഖഡേ ഹെ, 1-2 ഓട്ടോ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ലേഖിക എന്താണ് ചെയ്തത്, കുറച്ച് ബുക്കുകളൊക്കെ വാങ്ങിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്, റോട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ അവിടെ എന്താണ് കാണുന്ന, റോട്ടിൽ 1-2 ബുക്സൊക്കെ 1-2 ഓട്ടോ എന്താണ് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏക് സമയം പൂച്ച്തീഹും. അപ്പോൾ ഒരാളുടെ അടുത്ത് ലേഖിക ചോദിക്കുവാണ്, ചൽനാഹെ, നമുക്ക് പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ ഓട്ടോക്കാരൻ്റെ അടുത്ത് എന്താണ്, നമുക്ക് ഓട്ടം പോകാം എന്ന് പറയുന്ന പോലെ പറയുകയാണ്. അപ്പോൾ ബൈഠിയെ വോ കഹത്താ, അപ്പോൾ അയാൾ പറയുകയാണ് ബൈഠിയെ, ഇരുന്നോളൂ എന്ന് അയാൾ പറയുകയാണ്. मैं गिरती पड़ती अपनी किताबें सीट पर जमाती हूँ. गिरती पड़ती എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി എന്നാണ്. ഓക്കെ, അതായത് ലേഖിക കുറേ ബുക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പം എന്താണ്, ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്താണ് എല്ലാം താഴെ പോകും. അപ്പോൾ ആ രീതിയിലുള്ള ബുക്കുകളൊക്കെ ഒന്ന് അടുക്കി പെറുക്കി അല്ലെങ്കിൽ താഴെ പോകാതെ നോക്കുകയാണ്. അപ്പിനി കിതാബേൻ സീറ്റ് പർ ജമാത്തി ഹും. ജമാന എന്ന് വെച്ചാൽ കൂട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ആ പുസ്തകങ്ങളെല്ലാം എന്ത് ചെയ്തു, ഈ ഓട്ടോയുടെ സീറ്റിലേക്ക് കൊണ്ട് അടുക്കി വെച്ചു. ഇപ്പോൾ ലേഖി എന്താ ചെയ്ത, കയ്യിലുള്ള ഈ പുസ്തകങ്ങളൊക്കെ ഞങ്ങളുടെ എന്താണ് ഓട്ടോയുടെ സീറ്റിലേക്ക് വെച്ചു. അത്ര മനസ്സിലാക്കുക. ഉസേ ചലനേമേ അഭി ദേർഹെ. അപ്പോൾ എന്താണ്, ആ ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് നേരം കൂടി എടുക്കും. അഭി ദേർഹെ എന്ന് വെച്ചാൽ കുറച്ച് സമയം കൂടി ഉണ്ട്. ഉസ്കെ ശരീർ കി ഹർക്കത്ത് മേ ഏക് അജീബ് സി ദക്കാൻ ഹെ. അപ്പോൾ നമ്മളെന്താണ് ഒരു ഓട്ടോയിൽ ചെന്ന് കഴിഞ്ഞ് കയറി കഴിഞ്ഞാൽ എന്താണ്, പുള്ളി ആ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതൊന്ന് മൂവ് ചെയ്യണമെങ്കിൽ കുറച്ച് സെക്കൻഡ്സ് അല്ലെങ്കിൽ 1 മിനിറ്റ് സമയം എടുക്കും അവിടെ. ഉസ്കെ ശരീർ കി ഹർക്കത്ത് മേ ഏക് അജീബ് സി ദക്കാൻ ഹെ. ഹർക്കത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തിയാണ്. അജീബ് എന്ന് വെച്ചാൽ വളരെ വിചിത്രമായിട്ടുള്ള, ദക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം. അപ്പോൾ അയാളുടെ ആ ഒരു മൂവ്മെൻറ്റ്സിൽ കുറച്ച് ക്ഷീണം നമുക്ക് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അയാളുടെ പ്രവൃത്തി കാണുമ്പോൾ എന്താണ്, അയാൾ ക്ഷീണിതനാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഹർക്കത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവൃത്തി എന്നാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ക്ഷീണമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ. वो अपनी सीट के नीचे से निकालकर एक गंदा उतड़ा आदि बाग का पूरा स्वेटर पहन रहा है. ഓക്കെ, അപ്പം അയാൾ എന്താണ് ചെയ്തത്, अपनी सीट के नीचे से निकालकर. अपनी सीट के नीचे എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റിൻ്റെ അടിയിൽ നിന്നും, നിക്കാൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുക എന്നാണ്. ഓക്കെ, ഗന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴുക്കുള്ള എന്നാണ്. ഉദട എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറിയ. ആദി ബാഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഒരു ഭൂര സ്വെറ്റർ. ഭൂര എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ എന്നാണ്. സ്വെറ്റർ എന്ന് വെച്ചാൽ സ്വെറ്റർ തന്നെ. പെഹൻ രഹാഹെ. അപ്പോൾ അയാൾ എന്താണ് ചെയ്തത്, ആ ഓട്ടോക്കാരൻ ചെയ്തതാണ് അപ്പിനി സീറ്റ് കെ നീച്ചേസെ നിക്കാൽക്കർ. അതായത് സീറ്റിൻ്റെ താഴെയിൽ നിന്ന് എന്താണ് ഒരു ചെളി പറ്റിയ, ഒരു കീറിയ, അതുപോലെ തന്നെ എന്താണ് ഒരു ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറിൻ്റെ സ്വെറ്റർ എടുത്ത് അത് ധരിക്കുകയാണ്. ധീരെ സ്പീഡിലല്ല, പതിയാണ് അയാൾ ചെയ്യുന്നത്. അഭി മേര ധ്യാൻ ഉസ്കെ ചെഹരെ ഫി തരഫ് നഹി ഗയ. ധ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധ എന്നാണ്. ചെഹര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്. തരഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്കി ഓർ, അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അഭി മേര ധ്യാൻ ഉസ്കെ ചെഹരേക്ക് തരഫ് നഹി ഗയ. അപ്പോൾ എന്താണ്, ഇതുവരെ അയാളുടെ മുഖത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല. ഉസെ മേ ബാദ് മേ ദേഖൂങ്കി. എന്താണ്, ആ മുഖത്തേക്ക് എന്താണ് ഞാൻ പിന്നീട് നോക്കും. ഓട്ടോക്കെ ഡ്രൈവിംഗ് ഐനേമേ. അപ്പോൾ എന്താണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്, ഓട്ടോക്കെ ഡ്രൈവിംഗ് ഐനേമേ. അപ്പോൾ എന്താണ്, ഓട്ടോ ഡ്രൈവ് ചെയ്യുന്നിടത്ത് എന്താണ് ഒരു മിററുണ്ട്. ഓക്കെ, ജിസ്മേ ഉസ്കി ആഖേം ഓർ ബി ധൻസി ദിക്കേഗി ഓർ ചെഹരേക്ക് ഹഡ്ഡിയ ഓർ ബി ഉഭരി. അപ്പോൾ അതിലൂടെ നോക്കുമ്പോൾ എന്താണ് ഈ ഡ്രൈവറിൻ്റെ കണ്ണുകൾ കാണാൻ സാധിക്കും. ഡ്രൈവിംഗ് ഐനേമേ ജിസ്മേ ഉസ്കി ആഖേം ഓർ ബി ധംസി ദിക്കേഗി. എന്താണ് ഒത്തിരി കുഴിഞ്ഞതായിട്ട്, ആ മിററിലൂടെ നോക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒത്തിരി കുഴിഞ്ഞതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഓർ ചെഹരേക്ക് ഹഡ്ഡിയ ഓർ ബി ഉപരി. അതുപോലെ തന്നെ മുഖത്തുള്ള എല്ലുകളൊക്കെ എന്താണ് കുറച്ചുകൂടി തെളിഞ്ഞ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യവും ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അയാളുടെ അവസ്ഥ അത്രയും മോശമാണെന്ന് മനസ്സിലാക്കി തരുന്ന സെൻറ്റൻസുകളാണ് ഇതൊക്കെ. ഓക്കെ, ഉസ്കെ ചെഹരെ പർ ഫൂക്ക് ഓർ ബിമാരിക്ക് അലാവ ഏക് ഓർ ചീസ് ബി ദിക്കേഗി. അപ്പോൾ എന്താണ് അയാളുടെ മുഖത്ത് എന്താണ് ഫൂക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശപ്പ്, ബിമാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം, കെ അലാവ ഇത് കൂടാതെ ഏക് ഓർ ചീസ് ബി ദിക്കേഗി. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത്
വിശപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു അസുഖത്തിൻ്റെ ലക്ഷണമുണ്ട്. ഇതൊക്കെ കൂടാതെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഭി മുझे उसका नाम नहीं मालूम. ഇപ്പോഴെനിക്ക് അതിൻ്റെ പേരറിയില്ല. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയത്തില്ല, പിന്നെ ഒരു പക്ഷേ പറയുമായിരിക്കും. ആനെ വാലെ ദിനോ मैं उसके लिए बिल्कुल सटीक शब्द ढूंढ पाऊंगी. ആനെ വാലെ ദിനോ എന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ മേം ഉസ്കെ ലിയെ ഞാൻ അതിനു വേണ്ടി ബിൽക്കുൽ സടീക് ശബ്ദ് ढूंढ पाऊंगी. സടീക് എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ടുള്ളൊരു വേർഡ് അന്വേഷിക്കുക, അല്ലെങ്കിൽ അയാളുടെ ആ മൂന്നാമത്തെ അവസ്ഥയെ കുറിച്ച് വിശേഷിപ്പിക്കാൻ മൂന്നാമതൊരു വേർഡും കൂടി ഞാൻ കണ്ടുപിടിക്കും. ഒന്നാമത് എന്താണ്? ഫൂക്ക്, വിശപ്പുണ്ട്, ബിമാരി, അസുഖമുണ്ട്. ഇത് കൂടാതെ എന്തോ ഒരു ക്ഷീണം കൂടി അദ്ദേഹത്തിനുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ പിന്നീട് അതിനു വേണ്ടി ഒരു വാക്ക് ഞാൻ പറയാം. ലേക്കിൻ അബി നഹി യേ ബാദ് മേ ഹോഗ. ഞാനിപ്പോൾ പറയില്ല, പിന്നീട് പറയാം. വോ ചൽത്താ ഹെ ഓട്ടോ ചലത്തെ ഹി ഉസ്കി ഹാൻസി ശുരു ഹോ ജാത്തി ഹെ. അപ്പം വോ ചൽത്താ ഹെ, അപ്പം അങ്ങനെ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓട്ടോ ചലത്തെ ഹി ഉസ്കി ഹാൻസി ശുരു ഹോ ജാത്തി. അപ്പോൾ ഇങ്ങനെ ഓട്ടോ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണ്? ഉസ്കി ഹാസി ശുരു ഹോ ജാത്തി. ഹാസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ എന്താണ്. അപ്പോൾ ഈ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ്? അയാൾ ചുമയ്ക്കാൻ തുടങ്ങി. मालूम नहीं उसे डंड लग रही है या हम ट्रैफिक की दमदोड़ू के बीचों बीच आ गए हैं. മാലൂം നഹി, അതായത് മനസ്സിലായില്ല. ഉസെ ഡണ്ട് ലഹി രഹി ഹെ, അതായത് ഡണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് എന്നാണ്. അദ്ദേഹത്തിന് തണുപ്പടിക്കുന്നുണ്ടാവാം, ഒരു പക്ഷേ അറിയത്തില്ല. യാ ഹം ട്രാഫിക് കി ദംദോഡു കെ ബീച്ച് ബീച്ച് ആ ഗയേ ഹെ. ദംഘോഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദംഘോഡു എന്നാണ്, ട്രാഫിക് ബ്ലോക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എന്താണ്? അദ്ദേഹത്തിന് തണുപ്പടിച്ചിട്ടാണോ അതെയോ എന്താണ് നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയോ അതൊന്നും അറിയില്ലെന്നാണ് ലേഖിക പറയുന്നത്. കാരണം അത്രയും തിരക്കുള്ള ഒരു ടൗണിലൂടെയാണല്ലോ പോകുന്നത്. ഹംനെ ദോ മോഡ് പാർ ലിയേ. എന്താണ്? രണ്ട് മോഡ് എന്ന് വെച്ചാൽ വളവെന്നാണ്. നമ്മളൊരു 2 വളവ് കഴിഞ്ഞ് പോകുന്നു. ലേക്കിൻ ന ഉസ്കി ഹാസി രുക്തി ഹെ ന ഉസ്ക ഓട്ടോ. പക്ഷേ എന്താണ്? അദ്ദേഹത്തിൻ്റെ ചുമയും നിന്നില്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോയോടെ നിന്നില്ല. ഇസ്കെ ബാദ് ഹി മേ ഉസ്കാ ചെഹ്റ ദേഖ്തി ഹും ഡ്രൈവിംഗ് ഐനെ മേ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ലേഖിക എന്ത് ചെയ്യുന്ന അയാളുടെ മുഖത്തേക്ക് നോക്കുന്നത്. ഇസ്കെ ബാദ് ഹി മേ ഉസ്കാ ചെഹ്റ ദേഖ്തി ഹും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടു. ഡ്രൈവിംഗ് ഐനെ മേ, ആദ്യം കണ്ണ് മാത്രമേ കണ്ടായിരുന്നുള്ളൂ, ഇപ്പം ഫുൾ ഫേസ്. അത് ഈ ഐനയിൽ, ആ മിററിലൂടെയാണ് കാണുന്നത്. യേ ഹാസി കബ് സെ ഹെ. അപ്പം ലേഖിക ചോദിക്കുകയാണ്, ഇതുപോലെ ഒരാൾ ചുമച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ എന്താണ്? നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കും, യേ ഹാസി കബ് സെ ഹെ, ഇതെന്നാണ് ഈ ചുമ തുടങ്ങിയത്. മേ പീച്ചെ ബൈട്ടി പൂച്ച്തിയും, ഞാൻ പുറകിലിരുന്ന് ചോദിക്കുകയാണ്. കോയി 10-12 സാൽ സെ. അപ്പോൾ അതിന് മറുപടി ആയിട്ട് പറയുവാണ്, കോയി 10-12 സാൽ സെ. ഏകദേശം ഒരു 10-12 വർഷമായി കാണും ഇത് തുടങ്ങിയിട്ട് എന്ന ഓട്ടോക്കാരെ പറയുകയാണ്. അപ്പോൾ എന്താണ്? ഒരുപക്ഷെ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിലൊക്കെ പോകാനുള്ള ഒരു അവസ്ഥയിലല്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഒരവസ്ഥ, സാമ്പത്തികമായിട്ടുള്ള ഒരവസ്ഥ അദ്ദേഹത്തിന് ഇല്ലായിരിക്കും ഒരുപക്ഷെ. നമുക്ക് നോക്കാം. കിസി ഡോക്ടർ കോ നഹി ദിഖായ. അപ്പോൾ റൈറ്റർ ചോദിക്കുവാണ്, ഏതെങ്കിലും ഡോക്ടറിനെ കാണിച്ചില്ലേ? പൈസ ബി തോ ചാഹിയെ ഉസ്കെ ലിയെ. അപ്പം അയാൾ പറയുകയാണ്, പൈസ ബി തോ ചാഹിയെ ഉസ്കെ ലിയെ. അപ്പോൾ അതിനെന്താണ്? പൈസ കൂടി വേണ്ടേ? ഹമാരി ബാത്ചീത് ടൂട്ട് ജാത്തി ഹെ. അപ്പോൾ ആ പൈസ കൂടി വേണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? പിന്നീട് ലേഖിക ഒന്നും തന്നെ ചോദിക്കാൻ പോയില്ല. ഹമാരി ബാത്ചീത് ടൂട്ട് ജാത്തി ഹെ. നമ്മുടെ ആ കോൺവെർസേഷൻ അവിടെ വെച്ച് മുറിഞ്ഞുപോയി. സടക്ക് ദോനോ മോർ ട്രാഫിക് ജാ രഹാ ഹെ. സടക്ക് ദോനോ മോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ 2 വശത്തും എന്താണ്? ട്രാഫിക് ജാ രഹാ ഹെ, അതായത് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. സാരി ദുനിയ കാര്യ വ്യാപാരമേ ലഗി ഹെ. സാരി ദുനിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ ലോകം മുഴുവൻ എന്താണ്? അവരുടേതായ കാര്യങ്ങളിൽ ബിസിയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ടൗണിലേക്ക് ഇറങ്ങി അവിടെ ഇഷ്ടംപോലെ ആളുകൾ കാണും, പക്ഷേ എന്താണ്? അവരവരുടേതായ ഓരോ കാര്യങ്ങളിൽ ബിസിയാണ്. അതുപോലെ തന്നെയാണ് ഇവിടെയും. റുപ്പിയെ കാ സിക്ക സബ്കോ ദോടാ രഹാ ഹെ. റുപ്പിയെ കാ സിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപയുടെ നാണയം നമ്മളെല്ലാവരെയും ഓടിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ ഓടാൻ കാരണം എന്താണ്? ഈ ഒരു പൈസ തന്നെ ആണ്. അത് ശരിയാണ്. കാരണം നമ്മളിപ്പോൾ ടൗണിലേക്ക് ഇറങ്ങി എത്ര പേരെ കണ്ടാലും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, ടൗണിൽ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാവരും എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. അല്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അത് എത്ര നമ്മളല്ലെന്ന് പറഞ്ഞാലും അത് കാപ്റ്റല്ല. 99% ആളുകളും വർക്ക് ചെയ്യുന്നത് എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് ആദ്യമൊക്കെ എൻ്റർടൈൻമെൻറ്റ് എന്ന് വേണമെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, അതും ശരിയാണ്. പക്ഷേ മോണിറ്റൈസ് ആയി കഴിയുമ്പോൾ എന്താണ്? നമുക്ക് എമൗണ്ട് കിട്ടിത്തുടങ്ങും. അപ്പോൾ എല്ലാവരും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ്
പ്രിഫറൻസ് മിക്കവാറും നമ്മൾ പൈസയ്ക്കായിരിക്കും. കാരണം പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താണ് ഫുഡ് കഴിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കെല്ലാം ആവശ്യം ബേസിക് നീഡ്സ് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ കയ്യിൽ എന്തുണ്ടാവണം? പൈസ ഉണ്ടായിരിക്കണം. ഓക്കെ. കിസിക്ക് ഹിസ്സേമേ കം ഹിസിക്ക് ഹിസ്സേമേ ജാദ. അപ്പോൾ ചിലരുടെ കണക്കുകളിൽ കുറച്ചായിരിക്കും, ചിലരുടെ കണക്കുകളിൽ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ എന്താണ് കുറച്ച് ആളുകൾക്ക് ചിലർക്ക് കിട്ടുന്ന എന്താണ് കുറഞ്ഞ അളവിലെ പൈസ കിട്ടത്തുള്ളൂ. ഓക്കെ. ചിലർക്ക് എന്താണ് വളരെ കൂടുതലായിട്ട് പൈസ അയാൾക്ക് സമ്പാദിക്കാൻ പറ്റും. ഓക്കെ. ഉസ്ക ദം ഫിർ ഫൂൽ രഹാ ഹെ. അതായത് ദം ഫിർ ഫൂൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടിയാണ്. അദ്ദേഹത്തിന് വീണ്ടും ശ്വാസം മുട്ടുന്നുണ്ട്. ആപ് ദില്ലി കബ് ആയേ ഹെ കബ് ആയേത്. അപ്പം നമ്മുടെ ലേഖിക ചോദിക്കുകയാണ്, താങ്കൾ എപ്പോഴാണ് ദില്ലിയിൽ വന്നത്? 1979 എന്ന് വെച്ചാൽ 1979 ഹിന്ദി 79 ഹിന്ദി പറയുന്നതാണ് 79. 1979 ആകുമ്പോൾ 1979 ഹർ കഹാ ഹെ ആപ്ക. താങ്കളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുകയാണ്. യഹി ഹെ വോ മുझे ഓട്ടോ കെ ഐനെ മേ സെ ദേഖ്താ ഹെ ജോം ഹർ ആയെ മെഹമാൻ കോ ദേഖ് രഹാ ഹോ. അപ്പോൾ എന്താണ്, അപ്പോൾ താങ്കളുടെ വീട് എവിടെയാണെന്ന് ലേഖിക ചോദിക്കുമ്പം നമ്മുടെ ഓട്ടോക്കാരൻ പറയുവാണ് യഹി ഹെ, ഇവിടെ തന്നെയാണ് എൻ്റെ വീട്. അതായത് ഈ ഓട്ടോയാണ് എൻ്റെ വീട്. വോ മുझे ഓട്ടോയ്ക്ക് അതിനേമേസെ ദേഖ്ത. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താണ്, ഈ ഓട്ടോക്കാരൻ എന്താണ് ഓട്ടോയുടെ മിററിലൂടെ പുറകോട്ട് നോക്കുകയാണ്. മിക്കവാറും നമ്മൾ ഓട്ടോയിൽ പോകുമ്പോൾ കാണുന്നതാണ്. നമ്മൾ ഓട്ടോക്കാരൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ അയാൾ മറുപടി പറയുമ്പോൾ എന്താണ് ഓട്ടോയുടെ മിററിലൂടെ നോക്കിയിട്ടായിരിക്കും. അപ്പോൾ മിററിലൂടെ നോക്കുമ്പോൾ എന്താണ് പുറകിലിരിക്കുന്ന ആളെ കാണാൻ പറ്റും. ഓക്കെ. അപ്പം അങ്ങനെയായിരിക്കും മിക്കവാറും മറുപടി പറയുക. ഓക്കെ. ജോം ഹറായ മെഹമാൻകു ദേഖ് രഹ. അപ്പം അദ്ദേഹം എന്താണ് വീട്ടിലെത്തിയ ഒരു അതിഥിയെ നോക്കുന്ന പോലെയാണ് അദ്ദേഹം അങ്ങോട്ട് നോക്കിയത്. കാരണം ഇത് കുറേ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ലേഖിക ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയ ഒരു അതിഥിയായിട്ട് കൂടിയാണ് നമ്മുടെ ഓട്ടോക്കാരൻ ലേഖികനെ കാണുന്നത്. നമുക്ക് ആ താഴെയുള്ള ഓട്ടോയുടെ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. കാരണം എന്താണ് ഇഷ്ടം പോലെ സാധനങ്ങൾ അതിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹം ഈ ഓട്ടോയിൽ തന്നെയാണ്, ഈ ഓട്ടോ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. എല്ലാ സാധനങ്ങളും തന്നെ ആ ഓട്ടോയിൽ തന്നെയുണ്ട്. മുകളിലൊരു പെട്ടിയുണ്ട്, ചാക്കുകെട്ടുകളുണ്ട്, പാത്രങ്ങളുണ്ട്, ഒരു റാന്തൽ പോലത്തെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്താണ് ഈ ഓട്ടോയിൽ തന്നെയാണ് ഉള്ളത്. ഓക്കെ. ഒരു സഞ്ചരിക്കുന്ന വീടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ കൂടിയാണിത്. അപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മൾ സംസ്മരൺ പഠിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ലേഖിക വരുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ റിക്ഷാവാല വരുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിനകത്ത് വരുന്ന മെയിനായിട്ടുള്ള വേർഡ്സുകൾ അത് ഹിന്ദിയിൽ തന്നെ എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ. ഇപ്പോൾ ഒരു ക്യാരക്ടർ സ്കെച്ചിനുള്ള കുറേ പോയിൻറ്റ്സ് നമ്മൾ ഈ പറഞ്ഞതിനകത്ത് നിന്ന് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്കി പാർട്ട്, ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.